എല്ലാ ഇലക്ട്രീഷ്യന്മാരെയും പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധയ്ക്കേൽക്കായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ചെറിയ വീഡിയോ ആണ്, നിങ്ങൾ മുഴുവനായിട്ട് ഇത് കാണുക. നമ്മൾ ഈ കാർ വാഷ് പമ്പ് ഉണ്ടല്ലോ, പ്രഷർ വാഷ് പമ്പ് എന്നൊക്കെ പറയും. ഇതിപ്പോൾ എല്ലായിടത്തും നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. മതിൽ ക്ലീനാക്കാനും, കാർ കഴുകാനും, കട്ട ക്ലീനാക്കാനും, ഇൻ്റർലോക്ക് കട്ട ക്ലീനാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിലിടയ്ക്കിടയ്ക്ക് ന്യൂസും വരുന്നുണ്ട് പേപ്പറിൽ, ആൾക്കാർ ഷോക്ക് അടിച്ച് മരിച്ചു വന്നിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടെ ഒരു പയ്യൻ മരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും ഇങ്ങനെ ഷോക്ക് അടിച്ച് മരിക്കുന്നത് കാണാൻ മുഴുവൻ ചെറുപ്പം കുട്ടികളാണ്. ചെറുപ്പം കല്യാണം കഴിഞ്ഞ് അത്രയാൻ പോകുന്ന ആൾക്കാരാണ് മുഴുവൻ മരിക്കുന്നത്. അപ്പോൾ അതിലൊരു കാര്യം അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിപ്പോൾ സാധാരണ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിലും മറ്റു പല കടകളിൽ നിന്നും ഈ പൂരപ്പറമ്പിൽ എക്സിബിഷനിലും പലയിടത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടാവും പ്രഷർ വാഷിൻ്റെ ഓരോ ഇങ്ങനെ കൊടുക്കുന്നത് വിലക്കുറവിൽ. ഓൺലൈനിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങുമ്പോൾ അതിലുള്ളൊരു സംഭവമാണ്, അതിൻ്റെ പ്ലഗ്ഗൊക്കെ ഇങ്ങനത്തെ പ്ലഗ്ഗാണ് വരിക. ഇതെന്ന് പറയുന്നത് ചൈനയുടെ ടൈപ്പ് പ്ലഗ്ഗാണ്. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ എർത്തിൻ്റെ കുറ്റി ഉണ്ടാവില്ല. ഇതിൻ്റെ പ്രശ്നം, നമ്മളിത് സാധാ പ്ലഗ്ഗിൽ കൊണ്ടുപോയി കുത്തിക്കഴിഞ്ഞാൽ എർത്ത് കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നേരെ അത് ആ വെള്ളത്തിൽ കിടന്ന് നമുക്ക് അടിക്കും, ആൾക്കാരും മരിച്ചു പോകും. CCP ഉണ്ടെങ്കിൽ പോലും ഈ എർത്തില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കുത്തി വീഴണമെന്നുമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം വരുന്നത്. എന്നാൽ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു V-Guard കമ്പനിയുടെ പ്രഷർ വാഷിൻ്റെ ഇതാണ്. ഇതിപ്പോൾ കമ്പനിയുടെ പരസ്യം അതൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ. ഇതൊരു കമ്പനിയുടെ എൻ്റെ കിട്ടിയത് ഇപ്പോൾ അതാണ്, അത് ഞാൻ എടുത്തു എന്ന് മാത്രം. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കി കാണാം, എർത്ത് പിന്ന് വരുന്നുണ്ട് ഇതിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപകാരം എവിടെ കൊണ്ട് കുത്തിയാലും നമുക്കിതിൽ എർത്ത് ഉണ്ടാവും. പക്ഷേ ഇതിൽ അത് കിട്ടണമെന്നില്ല. പിന്നെ ഇത് കൊണ്ട് നടന്ന് ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് നമുക്ക് ഇതിൽ എർത്തിട്ട് കൊടുക്കാനും പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ വല്ലയിടത്തും വെക്കുന്ന മോട്ടറാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എർത്തൊരു ലൈൻ വലിച്ചതിലേക്ക് എർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കൊണ്ട് നടന്ന് ഉപയോഗിക്കണതുകൊണ്ട് എർത്ത് ഇതിൽ ഉണ്ടായേ പറ്റുള്ളൂ. പക്ഷേ അതിലൊന്നും ഉണ്ടാവില്ല. ഈ കമ്പനികളുടെ സാധനം വാങ്ങുമ്പോൾ ഉപകാരം ഇതാണ്, അതിൽ എർത്ത് കുറ്റി ഉണ്ടാവും, ശരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കുക. പിന്നെ ചില ആൾക്കാർക്ക് വന്നാൽ പിന്നെ ഇത് വാങ്ങിയിട്ട് ഈ വയർ കട്ട് ചെയ്ത് ഒരു 3-pin ടോപ്പ് വാങ്ങി പിടിപ്പിച്ചാൽ പോരെയെന്ന്, അപ്പോൾ എർത്ത് വരില്ലേന്ന്. അതിൻ്റെ പ്രശ്നം ചിലപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ വരുന്ന പല കമ്പനിയുടെയിലും ഈ ഉള്ളിൽ ചിലപ്പോൾ എർത്തിൻ്റെ വയർ തന്നെ ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വാറണ്ടി ഒന്നും കിട്ടൂല, ഗ്യാരണ്ടി ഒന്നും കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇത് ഉപയോഗിക്കില്ല. അപ്പോൾ എല്ലാവരും കാര്യങ്ങളും ശ്രദ്ധിക്കുക. കുറഞ്ഞ വിലയും നോക്കി ഇങ്ങനത്തെ സാധനം നോക്കാൻ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ജീവനാണ് പ്രശ്നം. അപ്പോൾ ഏത് കമ്പനിയാണ് നിങ്ങൾ വേണം വാങ്ങിക്കോളി. വാങ്ങുമ്പോൾ ഈ എർത്ത് പിന്ന് വരുന്ന ടൈപ്പ് പ്ലഗ് അല്ലേ എന്നുള്ളത് ചോദിച്ച്, എർത്ത് പ്രോപ്പർലി ഇല്ലേ എന്നുള്ളതും ചോദിച്ചിട്ട് മാത്രം വാങ്ങി ഉപയോഗിക്കുക.